പിന്നെ പറയാ വവജദക ളാല്ലൻ ഫഹദ. എന്താണ് വെളിച്ചം എന്നറിയാത്ത ആളായിരുന്നില്ലേ, വെളിച്ചം തന്നില്ലേ. വവജദക ആയിലൻ ഫഅഗ്ന, ഒന്നുമില്ലാത്ത ആളായിരുന്നില്ലേ, എത്ര സമ്പന്നനാക്കി. പണം കൊണ്ടല്ല, അവസാന ദിവസവും കുടിലിൽ ജീവിച്ച ഒരാളോടെ പറയണ എന്ത് സമ്പന്നനാക്കിയില്ലേ. ഏതാണ് സമ്പത്ത്? കണ്ണുകൊണ്ട് കാണുന്ന സമ്പത്തിനെ കുറിച്ചല്ല, ഉള്ളുകൊണ്ട് അനുഭവിക്കുന്ന സമ്പത്തിനെ കുറിച്ചാണ് പറയുന്നത്. കുടിലിൽ കിടക്കുമ്പോഴും ഒരാൾ അനുഭവിക്കുന്ന ഒരു ആനന്ദ ലഹരിയെക്കുറിച്ചാണ് പറയണത്. എന്നിട്ട് പറയണത് എന്താണെന്നറിയോ? അതാണ് വല്ലാത്ത വാക്ക്. എന്നിട്ട് പറയാ, ഇങ്ങനെയൊക്കെയായിരുന്നു നിങ്ങൾ, വഴിയറിയാത്ത ആളായിരുന്നു, വഴി കാണിച്ചെന്ന്, അനാഥനായിരുന്നു, വാരിപ്പുണർന്നു, ഒന്നുമില്ലാത്ത ഒരാളായിരുന്നു, എന്തൊക്കെയോ തന്നു അല്ലേ. അബ്ദുള്ള എന്നുള്ള മകൻ മരിച്ചു, ചെറുപ്പക്കാരനാ അല്ലേ. അബ്ദുള്ള എന്ന മകൻ മരിച്ചു, ചെറിയ പ്രായമുള്ളൂ, 20 വയസ്സിൽ 25 വയസ്സ് അല്ലെങ്കിൽ അതിൻ്റെ താഴെയൊക്കെ ഉള്ളൂ, ചെറിയ പ്രായം ഉണ്ടാവും. അബ്ദുള്ള എന്നുള്ള മകൻ മരിച്ചിട്ടും അബ്ദുൽ മുത്തലിബ് എന്ന പിതാവ് ജീവിച്ചു. ആ പിതാവിന് 70-ലേറെ വയസ്സുണ്ട്. എല്ലാ വാതിലും അടച്ചപ്പോഴും ഒരു ജനാല നിങ്ങൾക്ക് വേണ്ടി തുറന്നു തന്നില്ലേ പ്രവാചകരെ? അതാണ് പറയണത്. വവജദക ആയിലൻ ഫഅഗ്ന. നമ്മുടെ ജീവിതത്തിലുണ്ടാവും ഒരു അബ്ദുൽ മുത്തലിബ്, നമ്മുടെ ജീവിതത്തിലുണ്ടാവും ഒരു ഖദീജ, നമ്മുടെ ജീവിതത്തിലുണ്ടാവും വിട്ടുപോകാത്ത ഒരു അബൂബക്കർ. അതിനെക്കുറിച്ചാണ് നമ്മളോട് പറയുന്നത്. നമ്മളിത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടത് നമ്മളെ വിട്ടുപോകാത്ത ആ അബൂബക്കറിനെ കുറിച്ചാണ്. നമ്മുടെ മനസ്സിൽ അപ്പോൾ വരേണ്ടത് നമുക്ക് അഭയമായ ആ ഖദീജയെക്കുറിച്ചാണ്. നമ്മുടെ മനസ്സിൽ അപ്പോൾ വരേണ്ടത് നമുക്ക് വേണ്ടി തുറന്നു തന്ന അബ്ദുൽ മുത്തലിബ് എന്ന ജനാലയെക്കുറിച്ചാണ്. ഓരോരുത്തർക്കും ഓരോ ഡയമെൻഷൻ ആയിരിക്കും. എന്നിട്ട് പറയാ, ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ. നിങ്ങൾ അനാഥനായിരുന്നില്ലേ, ഇപ്പം നിങ്ങൾ അനാഥനല്ലല്ലോ. പക്ഷേ റസൂലേ, അനാഥരായ മനുഷ്യർ നിങ്ങളുടെ പിന്നിലുണ്ട്. നിങ്ങൾ അന്ന് അനുഭവിച്ച അരക്ഷിതത്വം എത്ര വലുതാണോ, ആ അരക്ഷിതത്വം അനുഭവിക്കുന്ന മനുഷ്യർ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നുണ്ട്, നിങ്ങളുടെ ചുറ്റുപാടുകളിലുണ്ട്. അവരെ നിങ്ങൾ അവഗണിക്കരുത് കേട്ടോ. നിങ്ങളൊരു കാലത്ത് വിഷമം അനുഭവിച്ച ഒരാളാണോ? നിങ്ങളിന്ന് വിഷമമൊന്നും അനുഭവിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ അന്ന് അനുഭവിച്ച അതേ വിഷമം അനുഭവിക്കുന്ന മനുഷ്യർ നിങ്ങളുടെ ചുറ്റുമുണ്ട്. അവരെ കാണാനുള്ളൊരു കണ്ണ് നിങ്ങളുടെ മുഖത്തുണ്ടായിരിക്കണം. അത് ഈ കണ്ണല്ല, മൂന്നാമതൊരു കണ്ണാണ്, അത് കരുണയുടെ കണ്ണാണ്. നമ്മുടെ കുടുംബത്തിൽ എത്ര യതീമുകളുണ്ട് എന്നെങ്കിലും ഒരുപക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് ഈ ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ? കാണാതെ പഠിക്കാനാ? എന്താ ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ? ഇത്തയും ഇത്തയുടെ ഹസ്ബൻഡും ഹജ്ജിന് പോയി എന്ന് വിചാരിച്ചുള്ളൂ, അല്ലെങ്കിൽ എവിടേക്ക് ടൂറ് പോയി എന്ന് വിചാരിച്ചുള്ളൂ. തുർക്കിയിലേക്ക് ടൂറ് പോയി. എത്ര ദിവസത്തിനാണ്? 20 ദിവസത്തിന്. 20 ദിവസത്തിന് ടൂറ് പോകുമ്പോൾ നിങ്ങളുടെ മക്കൾ മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ ഇത്തയും ഹസ്ബൻഡും മക്കൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതി കൊടുത്തൊരു പേപ്പർ മക്കൾക്ക് കൊടുക്കുക. ആ പേപ്പറിൽ എന്തൊക്കെ എഴുതി വെച്ചതെന്നറിയാം? സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. ആരെങ്കിലും സഹായം ചോദിച്ചു വന്നാൽ അവരെ സഹായിക്കണേ. അയൽവാസികളോടൊക്കെ നന്നായി പെരുമാറുന്ന രീതിയിലായിരിക്കണേ. ഒരാളോടും അക്രമമൊന്നും കാണിക്കരുത്, ഒരാളെയും വിഷമിപ്പിക്കരുത്, ഒരാളെയും വെറുപ്പിക്കരുത്. ഇങ്ങനെ കുറേ വാല്യൂസ് ആ പേപ്പറിൽ എഴുതി കൊടുത്തിട്ട് നിങ്ങളെ മക്കൾക്ക് കൊടുത്ത്. ഓക്കെ, നിങ്ങൾ 2 ആഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ 20 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ കാണുന്നത് എന്താണെന്നറിയോ? എന്താ കാണുന്നതെന്നറിയോ? മക്കൾ ഇത് വായിച്ചുകൊണ്ടിരിക്കുക, ഇത് കാണാതെ പഠിച്ചുകൊണ്ടിരിക്കുക. അതിൽ ഓരോ അക്ഷരം പോലും തെറ്റാതെ ആ വാക്കുകൾ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിനാണോ നിങ്ങൾ കൊടുത്തത്? അതിനാണോ കൊടുത്തത്? ആണോ? പലപ്പോഴും ഖുർആൻ ഇതല്ലേ ചെയ്തുകൊണ്ടിരിക്കണേ അല്ലേ? ഖുർആൻ അതിനാണോ തന്ന്? അത് ഖുർആൻ്റെ ഒരു ഭാഗമാണ്. ശരിയായ രീതിയിൽ വായിക്കണം, അതിൻ്റേതായ നിയമമുണ്ട്. മറ്റൊരു പുസ്തകത്തിനില്ലാത്ത രീതിയിൽ വായിക്കേണ്ടതിന് നിയമമുണ്ട്, രീതിയുണ്ട് അല്ലേ? ഒരേ വാക്കേണ്ട എല്ലാ സമയത്തും ഒരുപോലെയല്ല. ആ ലാ മ, അലിഫ് ലാം മീം അല്ലേ? സൂറത്തുൽ ഫീൽ എന്ന് പറഞ്ഞൊരു അധ്യായമല്ലേ, അതിൻ്റെ തുടക്കത്തിൽ എന്താ? അലിഫ് ലാം മീം. അവിടെ എങ്ങനെയാണ് നമ്മൾ വായിക്കുക? എങ്ങനെയാ? അലം
അലം തറ കൈഫ അല്ലേ? സൂറത്തുൽ ബഖറയിലും ആദ്യത്തിൽ ഇതന്നെ, അലിഫ് ലാം മീം. അവിടെ എങ്ങനെ വായിക്കുക? അലം എന്ന് വായിക്കുക, അലിഫ് ലാം മീം. നിയമമുണ്ട്, വെറുതെ വായിക്കാൻ പറ്റില്ല. ഇതൊക്കെ ശരിയാ, പക്ഷെ ഇതിനു വേണ്ടിയാണോ തന്നത്? ആണോ? ഇതിനു വേണ്ടിയാണ് തന്നത്? അപ്പോൾ ഖുർആൻ പഠിക്കാറിന് എന്താ? ഖുർആൻ പ്രയോഗിക്കാനാണ്. യതീമിനെ സംരക്ഷിക്കണം എന്ന ഒരു ഭാഗം നിങ്ങളുടെ ഖുർആൻ പഠന ക്ലാസ്സിൽ പഠിക്കുകയാണ്. യതീമിനെ സംരക്ഷിക്കണം. അപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്ന ആൾ നിങ്ങളോട് എന്താ പറയുക? അടുത്ത ആഴ്ച വരുമ്പോൾ അത് പഠിച്ചുകൊണ്ട് വരണേ, അടുത്ത ആഴ്ച വരുമ്പോൾ അത് കാണാതെ പഠിച്ചുകൊണ്ട് വരണേ. ശരിക്കും പറയേണ്ടത് എന്താ? അടുത്ത ആഴ്ച വരുമ്പോൾ ഒരു യതീമിനെയെങ്കിലും തലോടിയിട്ടെങ്കിലും ഇങ്ങോട്ട് വരണേ എന്നാണ്. ഇതിനാണ് പഠിച്ചോ ഖുർആൻ എന്നുള്ളത്. മനസ്സിലായില്ലേ? വേറെ പുസ്തകങ്ങൾ പോലത്തെ ഒരു പുസ്തകമല്ല അത്. ഇതെന്തിനാ തന്ന്? ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ ഉത്തരവാദിത്തമല്ല. പഠിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ അറിയില്ലല്ലോ അതെന്താന്ന്. നമ്മൾ അറിയണില്ലല്ലോ. അറിയണ ഒരാൾക്ക് എന്ത് വരും? ഉത്തരവാദിത്വം വരും. അങ്ങനെയല്ലേ? അപ്പോൾ റസൂൽ തിരുമേനിയോട് പഠിച്ചോൻ പറയാം, അല്ലെങ്കിൽ വായിക്കുന്ന നമ്മളോട് ഓരോരുത്തരോടും പറയാം, എന്താ? പ്രവാചകരെ, നിങ്ങൾ ഒരു കാലത്ത് യതീമായിരുന്നില്ലേ? ഇപ്പം നിങ്ങൾ യതീമൊന്നുമല്ല, പക്ഷേ യതീമുകളുണ്ട്, അവരെ നോക്കണേ. പിന്നെ പറയാ, റസൂലെ, നിങ്ങൾ ഒരു കാലത്ത് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഒരാളായിരുന്നു, ഡിപ്പെൻഡഡ് ആയിട്ടുള്ള ആളായിരുന്നു. ഇപ്പം നിങ്ങൾ ഇൻഡിപെൻഡൻ്റാണ്. ഒരാളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല, ഒരാളോട് ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ചോദിക്കുന്ന മനുഷ്യരിപ്പോഴും ഉണ്ട് റസൂലെ. നിങ്ങളൊരു കാലത്ത് ഡിപ്രഷൻ അനുഭവിച്ച ഒരാളാണോ? നിങ്ങൾ അതിൽ നിന്ന് കഷ്ടപ്പെട്ട് കരകയറി വന്നോ? ഡിപ്രഷൻ അനുഭവിക്കുന്ന എത്രയോ മനുഷ്യർ നിങ്ങളുടെ ചുറ്റുമുണ്ട്. ഒരാളെയെങ്കിലും നിങ്ങൾ പരിഗണിക്കണേ, ഒരാൾക്കെങ്കിലും നിങ്ങളൊരു കൂട്ടാവണേ. അതല്ലേ ഈ പറഞ്ഞ് അല്ലേ? നമ്മളൊരു കാലത്ത് അനുഭവിച്ചത്, അതിൽ നിന്ന് കരകയറി വന്ന നമ്മളോട് പറയാ, അതേ അനുഭവങ്ങളിലൂടെ കടന്നു പോണ മനുഷ്യന്മാരുണ്ട്. അവരെങ്ങൾ നോക്കണേ. ചെറിയ സൂറത്താണത്. ബാക്കി നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കുന്നുണ്ടോ? ഖുർആൻ എങ്ങനെ പഠിക്കേണ്ടതെന്നറിയോ? ഒരു വചനമൊക്കെ മതി, അത് എഴുതിയിട്ട് കിശയിലിടുക. ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ എടുത്തിട്ട് വായിച്ചു നോക്കുക. നമ്മുടെ ചിന്താ മണ്ഡലത്തിൽ അതിങ്ങനെ ഉണ്ടാവുക. അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക, അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക, കിട്ടാവുന്ന അത്രയും വിവരം ശേഖരിച്ചുകൊണ്ടിരിക്കുക. അതിലെന്താണ് പറഞ്ഞത്? അത് ജീവിതത്തിൽ പ്രയോഗിക്കുക. ഇതാണ് ഖുർആൻ സ്റ്റഡി എന്ന്. നമ്മുടെ രീതി, അല്ലെങ്കിൽ നമ്മൾ ശ്രമിക്കാറുള്ളത് അതിനാണ്. ശ്രമിക്കാനേ കഴിയുള്ളൂ. ബാക്കി പഠിച്ചുകൊണ്ടൊരു കരുണയാണ്.